നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശിവാനിക്ക് പകരം നിധിയായിരുന്നെങ്കിൽ ഒന്നിച്ചു കൊളുത്തുന്നതിൽ അർത്ഥമുണ്ടായിരുന്നു. ശിവാനി നിധിയുടെ കസിനല്ലേ, ഇവളെന്തിന് സഹോദരിയുടെ ഭർത്താവിന്റെ കൂടെ തിരികൊളുത്തണം? അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാനും ശിവാനിയും കപ്പിൾസ് അല്ല. അതുകൊണ്ട് രണ്ടുപേരും രണ്ടായിട്ട് തിരിതെളിയിച്ചാൽ മതി. ഒരു മംഗള മുഹൂർത്തത്തിന് തിരി തെളിയിക്കേണ്ടത് രണ്ടായിട്ടല്ല, ഒരേ മനസ്സോടെ ഒരുമിച്ചാണ്. നിധി നിന്റെ ഭാര്യയാണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ അവൾ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, പിന്നെന്താ ചെയ്യാ? ഞാൻ എത്തി. ഞാൻ എത്തി ഗൈസ്. നിധി വരൂ, വെൽക്കം ടു ദി സ്റ്റേജ്. ചേച്ചി പോയി പൊളിക്ക്, ഷോ ഒന്ന് കളറാവട്ടെ. നീ വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയതല്ല. ഞാൻ വന്നില്ലെങ്കിൽ സാറിനല്ലേ അതിന്റെ കുറച്ചില്. നിധി വന്ന സ്ഥിതിക്ക് നിധിയും ഗൗതവും ചേർന്ന് വിളക്ക് കൊളുത്തട്ടെ. അതാണ് ഈ ചടങ്ങിന്റെ ഐശ്വര്യം. അതുമാത്രമല്ല, ഇനിയിപ്പോ ഇവരെ ഒരുമിച്ച് ബ്രാൻഡ് അംബാസഡർമാരായി പ്രഖ്യാപിക്കാമല്ലോ. ഓ യെസ്, അതാണ് കൂടുതൽ സന്തോഷം. എങ്കിൽ ആദ്യം വിളക്ക് കൊളുത്താം. ലതാ മാം, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ നിധി? എന്റെ ഹസ്ബൻഡിന്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ അദ്ദേഹം അമ്മയെന്ന് വിളിക്കുന്ന വസുന്ധരാന്റിയാണ്. ആന്റിയുടെ പ്രാർത്ഥന കൊണ്ട് എന്റെ ഹസ്ബൻഡിന് എല്ലാം പെട്ടെന്ന് ഭേദമായത്. അതുകൊണ്ടാണ് എനിക്കും ഇവിടെ പങ്കെടുക്കാൻ പറ്റിയത്. എന്റെ ഹാർട്ട് ബീറ്റ് ഗൗതം സാറും ഗൗതം സാറിന്റെ ഹാർട്ട് ബീറ്റ് ഞാനും ആണെങ്കിലും ഞങ്ങളുടെ ഹൃദയം മിടിക്കുന്നത് വസുന്ധരാന്റിക്ക് വേണ്ടിയിട്ടാണ്.
അതുകൊണ്ട് നിലവിളക്ക് കൊളുത്താനുള്ള ഈ കൈവിളക്ക് ഞങ്ങൾക്കെടുത്തു തരാൻ വസുന്ധരാന്റിയെ അനുവദിക്കണം. ഓ അതിനെന്താ, ഞങ്ങൾക്കതിൽ സന്തോഷേ ഉള്ളൂ. ഹലോ മാഡം. ഞാൻ ഭയന്നത് തന്നെ സംഭവിച്ചു. ഫംഗ്ഷൻ നടക്കുന്നിടത്ത് നിധി എത്തി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവൾ അങ്ങനെ ഒരു ഐറ്റാ. എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഉടനെ അവളെയും ഗൗതമിനെയും ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് പ്രഖ്യാപിക്കും. അവരൊരുമിച്ച് ഡാൻസും ചെയ്യും. അവരുടെ ഫോട്ടോഷൂട്ടും നടക്കും. ഹാർട്ട് ബീറ്റ്സ് ആപ്പിന്റെ പബ്ലിസിറ്റിയുടെ ഭാഗമായി നിധിയുടെയും ഗൗതമിന്റെയും ഫ്ലെക്സ് സിറ്റി മുഴുവൻ നിറയും. ഞാനത് സമ്മതിക്കില്ല. അവള് നൃത്തം ചെയ്യേണ്ടതും ഫോട്ടോ എടുക്കേണ്ടതും എന്റെ കൂടെയാ. ഞങ്ങളാണ് റിയൽ കപ്പിൾസ്. അതിങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവളെ നിന്റേതാക്കി എടുക്കണം. അതിന് ഏറ്റവും പറ്റിയ വഴിയാണ് ഇവിടുത്തെ ഈ ഫംഗ്ഷൻ. അവളെ നീ വിവാഹം കഴിച്ചു എന്നുള്ളതിന്റെ തെളിവും കൊണ്ട് നീ ഇവിടെ വരണം. എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിധി നിന്റെ ഭാര്യയാണെന്ന് വിളിച്ചു പറയണം. അവൾക്കും ഗൗതമിനും നിഷേധിക്കാനാവാത്ത വിധം നീ അത് തെളിയിക്കണം. ഇവിടുത്തെ VVIPകളുടെ മുമ്പില് നിധിയും ഗൗതമും നാണം കെടണം. പറ്റുമോ നിനക്കത്? പറ്റും. സ്കൂളിൽ വെച്ച് ഗൗതം പ്രണവും ചേർന്ന് എന്നെ ചതിച്ചു. അതിന് ഞാൻ പകരം വീട്ടും. തീർച്ച. എങ്കിൽ ആ മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് നീ ഇങ്ങോട്ട് വാ. നീ ഒരു തുടക്കം ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. നിധിയെ പൊളിച്ചെടുക്കുന്ന കാര്യം ഞാനും ശിവാനിയും ഏറ്റു. ഓക്കെ, ശരി മാഡം, ഞാൻ ഉടനെ വരാം. അവൻ വരും. അതോടെ ഫംഗ്ഷൻ കുളവാകും. ആട്ടവും പാട്ടും ഒക്കെ നിൽക്കും. നിധി കരഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങുന്ന എനിക്ക് കാണണം. അത്രയേറെ ആശിച്ചാ ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നത്. കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച എനിക്ക് കിട്ടേണ്ട സൗഭാഗ്യം മൊത്തം അവള് തട്ടിയെടുത്തത്. ആ പക ഞാൻ മരിക്കോളം എന്റെ മനസ്സിലുണ്ടാവും. വാ, അകത്തേക്ക് പോ. അണയാൻ തുടങ്ങുന്ന ദീപം ആളിക്കത്തില്ലേ? ആ കത്തല് നമുക്ക് കണ്ട് ആസ്വദിക്കാം. സ്റ്റേജിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സിൽ നിന്ന് ഹാർട്ട് ബീറ്റ്സിന്റെ ആശയം എന്താണെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായി കാണുമല്ലോ. എന്നാൽ ഇതുവരെ ആ കപ്പിൾസിന് മുഖമുണ്ടായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ ആ രൂപങ്ങൾക്ക് ജീവൻ വെക്കുകയാണ്. നിധിയും ഗൗതവുമാണ് ആ കപ്പിൾസ്. ഹാർട്ട് ബീറ്റ്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി ഇനി ഈ യുവമിഥുനങ്ങളാണ് നിധിയും ഗൗതവും. ഹാർട്ട് ബീറ്റ്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി ഇനി ഈ യുവമിഥുനങ്ങളാണ് നിധിയും ഗൗതവും.